നമസ്കാരം, എല്ലാവർക്കും ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത് SSC CHSLൻ്റെതാണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. സോ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം. +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക്, +2 ഇപ്പോൾ പഠിക്കുന്നവർക്കല്ല, അത് പഠിച്ച് പാസ്സായി റിസൾട്ട് വന്നവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് നിങ്ങൾ +2 ഏത് ഗ്രൂപ്പ് എടുത്താലും നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ചാൻസസ് എടുത്താണ് +2 പാസ്സായതെങ്കിൽ, ഒന്നിൽ കൂടുതൽ എത്ര ചാൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് +2 പാസ്സായിരിക്കണം. ഓപ്പൺ സ്കൂളിലാണ് നിങ്ങൾ +2 പഠിച്ചതെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് നവംബർ 6 മുതൽ ഡിസംബർ 15 വരെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് 15th December. ബട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ട കാറ്റഗറിക്കാർക്ക് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 17 രാത്രി 11:30 വരെയാണ്. ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് 2021 ഏപ്രിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏപ്രിൽ 12 മുതൽ 27 വരെ. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിനാണ് വിളിച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം വിളിച്ചേക്കുന്നത് LD ക്ലർക്കിനാണ്. LD ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. പേ സ്കെയിൽ വരുന്നത് 19,900 മുതൽ 63,200 വരെ. അടുത്ത പോസ്റ്റ് പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് 25,500 മുതൽ 81,100 വരെയും. DEO ഗ്രേഡ് Aക്കും വിളിച്ചിട്ടുണ്ട്, വെറും DEOയ്ക്കും വിളിച്ചിട്ടുണ്ട്. രണ്ടിനും പേ സ്കെയില് സെയിം പോസ്റ്റൽ അസിസ്റ്റന്റ് സെയിം പേ സ്കെയിൽ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 4 പോസ്റ്റും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണോ എന്ന് വിചാരിക്കും, അങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, ഒരൊറ്റ ആപ്ലിക്കേഷൻ അയച്ചാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈ ആയി നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഈ 4 എണ്ണം പറഞ്ഞതിൽ ഏത് ജോലി കിട്ടുക എന്ന് തീരുമാനിക്കുന്നത്. ഒരൊറ്റ ആപ്ലിക്കേഷൻ അയച്ചാൽ മതി. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഏജ് ലിമിറ്റ് ആണ്. +2 കഴിഞ്ഞ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് ജനറൽ കാറ്റഗറിയുടെ കേസാണ്. ബാക്കി SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് ആണെങ്കിൽ 3 വർഷം, PWD അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 10 വർഷവും, OBC PWD ആണെങ്കിൽ 13 വർഷം, SC/ST PWD ആണെങ്കിൽ 15 വർഷവും ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 പാസ്സാണ്, 12ാം ക്ലാസ്. അപ്പോൾ അത് ഏത് സബ്ജക്റ്റിലായാലും മതി. പക്ഷേ നിങ്ങൾക്ക് DEO ഇൻ ദ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസിലേക്ക് DEOയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 സയൻസും മാത്സും പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരൊറ്റ ആപ്ലിക്കേഷനാണ് എല്ലാവരും അയക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് ഒക്കെ വന്ന് ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ഏറ്റവും ടോപ്പ് മാർക്കുള്ളവരെയാണ് CAGയുടെ ഓഫീസിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് കിട്ടിയാലും നിങ്ങൾ സയൻസും മാത്സും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ആ പോസ്റ്റിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നതല്ലായിരിക്കും. ബാക്കി എല്ലാ പോസ്റ്റിനും നിങ്ങൾ സയൻസും മാത്സും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എലിജിബിളാണ്. ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പ്രാവശ്യം ഒരു ചെറിയ ചേഞ്ച് SSC കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത ഡേറ്റ് പ്രിൻ്റ് ചെയ്തിരിക്കണം. സോ ആ ഫോട്ടോ എടുത്ത ഡേറ്റ് 3 മാസത്തിൽ കൂടുതൽ പഴകിയ ഡേറ്റ് ആവാൻ പാടില്ല. സോ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ. മാക്സിമം 3 months പഴകിയത് വരെ ആകാം ഫോട്ടോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഡേറ്റ് ഇല്ലാതെ അപ്ലോഡ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം 100% റിജക്റ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റും SSCക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി ഓർഡർ വഴിയാണ് ഇതുപോലൊരു ഡേറ്റ് മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക, ഈ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ. അടുത്തത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ആൻഡ് ഇത് അടയ്ക്കേണ്ടത് OBC ആൻഡ് ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. ബാക്കിയുള്ള കാറ്റഗറി SC/ST, വുമൻ കാൻഡിഡേറ്റ്സ്, PWD, എക്സ് സർവീസ്മാൻ ഇവർക്കെല്ലാം തന്നെ എക്സംഷൻ ഉള്ളതാണ്. അതായത് ഒരു ഫീസ് പോലും അടയ്ക്കേണ്ട. ഇനി എക്സാം സെൻറ്റേഴ്സ് ആണ്. കേരള കർണാടക റീജിയനിൽ എക്സാം സെൻറ്റേഴ്സ് വന്നിരിക്കുന്നത് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഇത്രയും സ്ഥലത്താണ് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് വന്നിരിക്കുന്നത്.
ഇനി അടുത്തത് എക്സാമിനേഷൻ സ്കീമാണ്. എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് 3 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ജയിക്കുന്നവർക്ക് സെക്കൻഡിലേക്ക് പോകാം, സെക്കൻഡ് ജയിക്കുന്നവർക്ക് തേർഡിലേക്ക് പോകാം. ആദ്യത്തെ പാർട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് ആദ്യത്തെ പാർട്ടിൽ 4 സെക്ഷൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. ഓരോ പാർട്ടിലും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച് 50 മാർക്കാണ് ഓരോ സെക്ഷനും. ടോട്ടൽ 200 മാർക്ക്. 1 മണിക്കൂറായിരിക്കും സമയം. നെഗറ്റീവ് മാർക്ക് ഉണ്ട് 0.5, അതായത് അര മാർക്ക് നെഗറ്റീവ് മാർക്കാണ്. രണ്ടാമത്തെ ടയറിലേക്ക് വരികയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ലെറ്റർ റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് ഇതൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ടയറിൽ ചോദിക്കുക. ഇനി അതും ക്വാളിഫൈ ആകുന്നവർക്ക് സ്കിൽ ടെസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ആയിരിക്കും ആ ടെസ്റ്റ്. ഇനി ഫസ്റ്റ് ടയർ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ സിലബസ് താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നവർ ഉറപ്പായിട്ടും വായിച്ചു നോക്കി പഠിക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ചിലപ്പോൾ SSCയുടെ ലാസ്റ്റ് CHSL നോട്ടിഫിക്കേഷൻ ആയിരിക്കും. കാരണം അടുത്ത വർഷം തൊട്ട് CET വഴിയായിരിക്കും SSCക്കും IBPSനും എല്ലാം സെലക്ഷൻ നടത്തുന്നത്. സോ ഈ ചാൻസ് മിസ്സാക്കരുത്. എല്ലാവരും തന്നെ പഠിച്ചിട്ട് പോയി എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വർഷത്തെ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ്റെ എൻഡിലും തൊട്ട് മുന്നത്തെ ഇയറിലെ കട്ട് ഓഫ് ആണ് ഇടുന്നത്. പക്ഷേ ഈ വർഷം നമുക്കറിയാം കൊറോണ ആയതുകൊണ്ട് ഒക്ടോബറിലാണ് CHSLൻ്റെ എക്സാമിനേഷൻ നടന്നത്. ആൻഡ് കട്ട് ഓഫ് ഇതുവരെ റിലീസായിട്ടില്ല. സോ കട്ട് ഓഫ് പറയാൻ നിവർത്തിയില്ല. പിന്നെ ആരും എന്നോട് ഈ വീഡിയോയുടെ താഴെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതാണ് കേരളത്തിൽ നല്ലതെന്ന് ചോദിക്കരുത്. എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു കോച്ചിങ്ങിനും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓൺലൈനിൽ ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. അത് വാങ്ങിക്കുക, പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ബുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. CHSLൻ്റെ ഒരു ടോപ്പിക്കിനും വീഡിയോ കിട്ടാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനേ വരില്ല. ഹൺഡ്രഡ്സ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആകെയുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ന്യൂസ് പേപ്പർ വായിക്കാം, TV-യിൽ ന്യൂസ് കാണാം, അല്ലെങ്കിൽ നമ്മുടെ P5 ചാനലിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, അത് കാണാം. അത് ഒക്ടോബർ തൊട്ടാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾക്ക് അറിയാലോ, അത് തുടങ്ങിയത് ഒക്ടോബറിലാണ്. പിന്നെ ആകെ ഒരു ഇഷ്യൂ വരുന്നത് കറണ്ട് അഫയേഴ്സിലാണ്. അപ്പോൾ TCS എക്സാമിനേഷൻ നടത്താൻ തുടങ്ങിയതിൽ പിന്നെ GKയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാൻ തുടങ്ങി. 6-7 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി ഓരോ ഷിഫ്റ്റിലും. സോ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുവേണ്ടി ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ ന്യൂസ് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ P5 ചാനലിൽ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കാണാവുന്നതാണ്. അതിൻ്റെ അകത്ത് എല്ലാ കറണ്ട് അഫയേഴ്സും നമുക്കൊരു ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും. അതിനുവേണ്ടിയാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുന്നത്. എന്നാലും ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും P5 ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഒട്ടും സമയമില്ലാത്തവർ അത് കാണുക. വരില്ല, ഹൺഡ്രഡ്സ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ റിഗാർഡ് ചെയ്ത് പറയാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോനെ റിഗാർഡ് ചെയ്ത് പറയാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.